പ്രിയപ്പെട്ട സാഹിത്യപ്രേമികളെ, സഹൃദയരെ, ലാന ഇന്ത്യൻ അസോസിയേഷൻ എന്ന സർഗവേദി നടത്തുന്ന സാഹിത്യ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ MC ചെയ്യുന്നത് ഞാനും സ്മിതയും ചേർന്നാണ്. അതിന് പറയുന്നത് ഞങ്ങളങ്ങനെ പ്രൊഫഷണൽ MCs ഒന്നുമല്ല. നമ്മുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ നമ്മൾ വളരെ ഇൻഫോർമലായിട്ട് ഒന്നിച്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ അതിന് സ്വാഗതം ആശംസിക്കുന്നത് സർഗവേദിയുടെ പ്രസിഡന്റും ലാനയുടെ ജോയിന്റ് സെക്രട്ടറിയും ബേ മലയാളി ക്ലബിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ജോൺ കൊടിയനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ കേരള ഹൗസ് എന്ന ഈ ഹാളിന്റെ ഉടമസ്ഥരും ബേ മലയാളി ക്ലബാണ്. അപ്പം ശ്രീ ജോൺ കൊടിയനിലൂടെയാണ് നമുക്ക് ഈ ക്ലബ് ഹൗസ് നമുക്ക് കിട്ടിയത്. ശ്രീ ജോൺ കൊടിയനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ബേ ഏരിയയിലെ കലാ സാഹിത്യ രംഗങ്ങളിൽ വളരെ വർഷങ്ങളിൽ വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ബേ ഏരിയയിൽ ഏറ്റവും ആദ്യമായിട്ട് 2 പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു, മുഴുനീള പ്രൊഫഷണൽ നാടകങ്ങൾ. അപ്പൊ അത് രണ്ടും പെരുന്തച്ചനും കാട്ടുകുതിരയും. അത് രണ്ടും സംവിധാനം ചെയ്തത് ശ്രീ ജോൺ കൊടിയനാണ്. അതുപോലെ തന്നെ പെരുന്തച്ചൻ എന്ന നാടകത്തിലെ നായകവേഷം അവതരിപ്പിച്ചതും ശ്രീ ജോൺ കൊടിയനാണ്. ഒരു കലാകാരനാണ്. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, നമുക്കറിയാവുന്ന അദ്ദേഹം ഒരു സഞ്ചാരപ്രിയനാണ്. അദ്ദേഹത്തിന്റെ ബ്ലോഗ്സ് വളരെ പോപ്പുലർ ആണെന്ന് ഞാൻ ഈയിടെ പിന്നെയും പറഞ്ഞു. കാരണം പല ഫാൻസും അദ്ദേഹത്തെ പിന്നെയും മീറ്റ് ചെയ്ത് ഇങ്ങനെ പല അവസരങ്ങളും ഞാനത് കണ്ടിരുന്നു. നമ്മുടെ ഇവിടെ അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സകാത്മക യാത്രകൾ ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം സ്വാഗത പ്രസംഗം പറയുന്നതിനായിട്ട് ശ്രീ ജോൺ കൊടിയനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ടോമൻ. ഇത്രയും കൂട്ടി പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്വാഗത പ്രസംഗം പറയുന്നതിന് ഞാൻ അധികം ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ഇനിയുള്ള സെഷനുകളിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാങ്ങുണ്ടാവും. അതുകൊണ്ട് ഞാൻ പതുക്കെ നമ്മുടെ പേരുകളും ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സ്വാഗതത്തിന്റെ പേരിൽ അധികം നേരം എടുക്കുന്നുമില്ല. നമ്മള് ലാനയുടെ അല്ലെങ്കിൽ മിലിറ്ററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ഒരു സമ്മേളനം, സാഹിത്യ ക്യാമ്പ് നമ്മളിവിടെ നടത്തുകയാണ്. അതിന് ഹോസ്റ്റ് ചെയ്യുന്നത് സർഗവേദിയാണ്, സർഗവേദി സാൻ ഫ്രാൻസിസ്കോ. അപ്പൊ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ലാനയുടെ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ ജോയിന്റ് സെക്രട്ടറി ആവാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രസിഡന്റ് എന്നോട് സ്ഥിരമായിട്ട് പറയുമായിരുന്നു, നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തണം വെസ്റ്റേൺ സൈഡിൽ. നമ്മൾ പണ്ട് നടത്തിയത് 16 കണ്ടാണ്. അന്ന് ലാനയുടെ ഒരു 3 വർഷത്തെ അദ്വൈ വാർഷിക 2 വർഷം കൂടുമ്പോഴുള്ള ഒരു പ്രോഗ്രാം നടത്തി. അതിലാണ് നമ്മുടെ സേതുവും പാറക്കടവും ഒക്കെ പങ്കെടുത്തത്. അന്ന് ഇവിടെയുള്ള പലരും ഉണ്ടായെന്ന് എനിക്കറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ലാനയുടെ പ്രോഗ്രാം അവിടെ നടത്തുന്നത്. അപ്പം കഴിഞ്ഞ വർഷം പറ്റിയില്ല. അപ്പൊ ഇക്കൊല്ലം നമ്മൾ നടത്താൻ തീരുമാനിച്ചു. എന്റെ കൂടെ നമ്മുടെ സർഗവേദിയിലെ ആൾക്കാരൊക്കെ കട്ടയ്ക്ക് നിന്നു. അതുപോലെ ഗീത ചേച്ചിയും തമ്പിയും ആന്റണിയും അവരുമൊക്കെ വളരെയധികം സഹായമായിട്ട് മുന്നോട്ട് നിന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് 2023 നമ്മള് നാഷ്വില്ലിലാണ് ഈ 3 ദിവസത്തെ പ്രോഗ്രാം നടത്തിയത്. ഞാൻ പറയുന്നതിൽ ശ്രമിക്കണം, ഞാൻ നീണ്ടുപോവാണ് അത് ആ കാര്യത്തില്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് അവിടെ നടന്ന സമ്മേളനമൊന്നും ആയിരുന്നില്ല. പക്ഷെ വൈകുന്നേരം ഒരു ദിവസം രാത്രി നമ്മുടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ശങ്കർ ഞങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഡൗൺ ടൗണിലോട്ട് പോയി. ഞാൻ ആക്ച്വലി 2 ദിവസം മുമ്പ് പോയതാണ്, ഡൗൺ ടൗണിൽ പോയതാണ്. ഇരിക്കുന്നത് തോന്നിയില്ല, എല്ലായിടത്തുള്ള പോലെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 5-8 മൈൽ നീളമുള്ള ഒരു ചന്ത ആലോചിക്കുക. അതേപോലെയുള്ള കൺട്രി മ്യൂസിക്കിന്റെ ഒരു ആഘോഷം. അന്ന് നമ്മുടെ രാമചന്ദ്രൻ ഉൾപ്പെടെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടു, എല്ലാവരും കൂടി. അപ്പൊ അങ്ങനെ ആ നാഷ്വില്ലിൽ നിന്ന്, അതാണ് നാഷ്വില്ലാണ് നമ്മുടെ ഈ കൺട്രി മ്യൂസിക്കിന്റെ തലസ്ഥാനം എന്നൊക്കെ വിളിക്കുന്നത്. ആ തലസ്ഥാനത്ത് നിന്ന് വന്ന നമ്മുടെ പ്രസിഡന്റിനെയാണ് ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരനും നോവലിസ്റ്റും ലാനയുടെ 2 വർഷത്തെ പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഉള്ള ശങ്കർ മനയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് മാടശ്ശേരി നീലകണ്ഠൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ആരെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ചെറിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം ഉള്ളതില് നമ്മുടെ MN ചേട്ടനുള്ളപ്പോൾ നമ്മൾ വേറെ ആരെ വിളിക്കണം എന്നാണ്.
അപ്പൊ അതുകൊണ്ട് അപ്പൊ വിളിച്ചു കഴിയുമ്പോൾ തന്നെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തെയും രാജൻ ചേച്ചിയെയും ഞങ്ങൾ ഈ ഹാളിലേക്ക് സന്തോഷത്തോടുകൂടി ലാനയുടെ പേരിലും സർക്കുലയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ആത്മാരാമൻ സാറ് നമ്മുടെ കൂടെ വന്നത്. നല്ല ഒരു പ്രഭാഷണം ഉണ്ടായി. അദ്ദേഹവും ഭാര്യയും വീട്ടിൽ വരികയുണ്ടായി. ഊണൊക്കെ കഴിച്ച് ഇപ്പോഴും പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്റെ വീട്ടിലെ പച്ചക്കറി തോട്ടത്തെ പറ്റിയാണ്. അപ്പം അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഈയിടെയായിട്ട് സാനുസിയിലെ നമ്മുടെ ഏരിയ നിവാസി കൂടിയാണ്. അപ്പം കവിയും നിരൂപകനും എഴുത്തുകാരനും ഒക്കെയായ ആത്മാരാമൻ സാറ് ഞാൻ ഈ സർഗവേദിയുടെ ലാനയുടെയും സർഗവേദിയുടെയും വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ തമ്പി ആന്റണി ഇച്ചിരി ലേറ്റ് ആണ്, വന്നിട്ടില്ല ഇതുവരെ. തമ്പി ആന്റണിയും ഭാര്യയും വരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ ട്രാവൽ ചെയ്തെന്ന് ഉച്ചയ്ക്ക് ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ഈസ് ഓൺ ദ വേ. അപ്പൊ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ടു ടോക്ക് അബൌട്ട് ഹിം. ബട്ട് എഴുത്തുകാരനാണ്, കഥാകൃത്താണ്, കവിയായിരുന്നു, നാടക നടനാണ്, സിനിമാ നടനാണ്, നിർമ്മാതാവാണ്, പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിലൊരു അദ്ദേഹം നമ്മുടെ സർഗവേദിയുടെ അംഗമാണ് തുടക്കം മുതൽ. സർഗവേദിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഉണ്ടായിരുന്നു, എല്ലാ രീതിയിലും സഹായം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഭാര്യയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർഗവേദിയുടെ മറ്റൊരു തുടക്കം മുതലുള്ള ഒരു പ്രമുഖ സഹകാരിയും അംഗവുമാണ് വിനോദ് നാരായൺ. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഉണ്ടാവും, വളരെയധികം ശക്തമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. ഇതാണ്. പിന്നീട് നമുക്കറിയാം അദ്ദേഹം ഇങ്ങനെ പഹയെന്ന രീതിയിലും അതിനു മുമ്പ് മർത്യ എന്ന രീതിയിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പല രീതികളിലും. പിന്നെ നമ്മുടെ പ്രളയം വന്നതോടുകൂടി വിനോദം ഇരിക്കാൻ സമയമില്ലെന്നായി. അപ്പൊ ഇതിന്റെയൊക്കെ ഭയങ്കര പ്രളയമായിരുന്നു, വീഡിയോകളുടെയും ഇതിന്റെയൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ വരുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. അത് മലബാർ ഭാഷയിലാണോ കാലിഫോർണിയ ഭാഷയിലാണോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഏതായാലും വിനോദ് ഇങ്ങോട്ട് കഷ്ടമായിട്ട്. പിന്നെ വളരെയധികം പേരുണ്ട് ഇവിടെ. നമ്മുടെ സർഗവേദിയുടെ തന്നെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഇതിന്റെ കൂടെ നിന്ന്. ടോം ഉണ്ട്, വിനോദ് ഉണ്ട്, രാജു ഉണ്ട്. പിന്നെ നാളെ ഒരു പ്രഭാഷകനായിട്ട് നമ്മുടെ കൂടെ എന്നും എല്ലാത്തിനും നമ്മൾ എന്തു പറഞ്ഞാലും തമാശ രീതിയിൽ അതിന് മറുപടി വരുന്ന ഉമേഷ് ഉണ്ട്. പിന്നെ വളരെ അകലെ നിന്ന് വന്നിരിക്കുന്ന മോൺസി ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് അകലെ നിന്ന് വന്നിട്ടുള്ള ഇവിടെ 5 പേരാണ് അകലെ നിന്ന് വന്നിരിക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നാഷണലിൽ നിന്ന് ശങ്കർ വന്നിട്ടുണ്ട്. പിന്നെ ഡാലസിൽ നിന്ന് ഷാജി ഉണ്ട്, ഹരിദാസ് തങ്കപ്പനുണ്ട്, 2 പേരുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് ജേക്കബ് ജോൺ ഉണ്ട്. പിന്നെ കാനഡയിൽ നിന്ന് നമ്മുടെ മീറ്റിംഗ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയ സുകുമാർ കാനഡ. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ലോക്കലായിട്ട് വേറെ കുറച്ച് പേരുണ്ട്. നമ്മുടെ സർഗവേദിയുടെ ശ്രീവത്സൻ നമ്മുടെ കൂടെ ഇപ്പൊ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ ഗീത ചേച്ചിയുണ്ട്. അവിടെ ഇതിനെ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ നമ്മളിതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് ഒരാള് ആണ് പ്രധാനം. ഇത് പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ പിക്കപ്പും അതൊക്കെ ചെയ്യുന്ന ഇത് ഉച്ചയ്ക്കുള്ള ഊണ്, അങ്ങനെ നാളെ ഉള്ളത് അങ്ങനെ ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെ വളരെയധികം സഹായം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ പഹയന്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊരു പുതിയ ജോലി ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ MC സ്മിതയുണ്ട്. അല്ല MC പിന്നെ ഒന്നേറെ കൂടി നേരത്തെ പറഞ്ഞു, ടോം ആന്റണി MC ആണ്. പിന്നെ നമ്മുടെ സർഗവേദിയുടെ മറ്റ് മെമ്പേഴ്സ് ഉണ്ട്, പോൾസൺ ഉണ്ട്, ദാമു ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഞാൻ ആകെ മെൻഷൻ ചെയ്യാത്തത് നമ്മുടെ ആത്മാരാമന്റെ സഹധർമ്മിണി ഇവിടെ ഉണ്ട്. ചേച്ചിയും എല്ലാവരെയും ഞാൻ ഈ സ്വാഗതം ചെയ്തിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്മിത പട്ടാരത്ത്. ഞാനിവിടെ ഫ്രീമോളിൽ തന്നെ താമസിക്കുന്നു. സാഹിത്യ ഇഷ്ടമുള്ള ആളെന്ന നിലയിൽ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാനയുടെ 2024-25 വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ശങ്കർ മനയാണ്. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് പൂപ്പത്തിയിൽ ജനനം. 1996 മുതൽ അമേരിക്കയിലെ ടെന്നസി സംസ്ഥാനത്ത് നാഷ്വില്ലിൽ താമസം. കഥ, രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ സംബന്ധിച്ച ലേഖനങ്ങൾ, നോവൽ എന്നിവ പ്രധാനമായും ഡിജിറ്റൽ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാറുണ്ട്. വഴിയമ്പലം, കൊടുക്കാക്കടം എന്നീ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ കേരള അസോസിയേഷൻ നാഷണൽ, KN, നാഷ്വിൽ സാഹിതി എന്നീ സംഘടനകളിൽ ലീഡർഷിപ്പ് സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു.
വിവരസാങ്കേതിക രംഗത്ത് ഡിലോയിറ്റ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ലാനയുടെ ചരിത്രം വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് USA-യിലേക്കും കാനഡയിലേക്കും കുടിയേറി പാർത്ത മലയാള ഭാഷാ സ്നേഹികളുടെ ദേശീയ സാഹിത്യ സംഘടനയാണ് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക അഥവാ ലാന. ഔദ്യോഗികമായി രൂപം കൊണ്ടിട്ട് 25 വർഷം പൂർത്തീകരിച്ച സംഘടനയുടെ ദൗത്യം അംഗങ്ങൾക്കും സാഹിത്യ തൽപരർക്കും ഭാഷാ സ്നേഹികൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഒത്തുചേരാനും സൃഷ്ടികളും ആശയങ്ങളും പങ്കുവയ്ക്കുവാനും വളരുവാനുമുള്ള വിവിധ സംവിധാനങ്ങളും ഒരുക്കുക എന്നതാണ്. അതിന്റെ ദർശനം ഭാഷയെ ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അംഗങ്ങളെ മലയാള സാഹിത്യത്തിന്റെ മുഖ്യധാരയുമായി ബന്ധിപ്പിച്ച് സർഗാത്മക പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക എന്നുള്ളതാണ്. 80കളിലും 90കളിലും മലയാളികളുടെ പ്രമുഖ ദേശീയ സാമൂഹ്യ സംഘടനയായിരുന്ന ഫൊക്കാനയുടെ സമ്മേളന മേളക്കൊഴുപ്പുകളിൽ സാഹിത്യ മേഖലയ്ക്കുള്ള പരിഗണന തുലോം തുച്ഛമായിരുന്നു. 1996 ടെക്സസിലെ വിൻഡം ഹോട്ടലിൽ വെച്ച് നടന്ന ഫൊക്കാനയുടെ 7ാം സമ്മേളനത്തിൽ വച്ച് 30ഓളം വരുന്ന സാഹിത്യ തൽപരർ പ്രത്യേകം ഒത്തുചേരുകയും അതിനെ തുടർന്ന് സാഹിത്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആസ്വദിക്കാനും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനും തനതായ ഒരു തട്ടകം ആവശ്യമാണെന്ന ശക്തമായ ആശയം പൊന്തിവരികയും ചെയ്തു. ഇതിന്റെ സാധ്യതകൾ പഠിക്കുന്നതിനായി ഡോക്ടർ MST നമ്പൂതിരി ചെയർമാനായുള്ള ഒരു പ്രാഥമിക കമ്മിറ്റി നിലവിൽ വന്നതോടെ ലാനയുടെ ബീജാവാപമായി. തുടർന്ന് 1997 ജൂണിൽ ഈ സംരംഭത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ആദ്യ ദേശീയ സമ്മേളനം ടെക്സസ് സംസ്ഥാനത്തെ കേരള സെന്ററിൽ വെച്ച് നടന്നു. ചെയർമാൻ എബ്രഹാം തെക്കേമുറിയുടെ നേതൃത്വത്തിൽ ബൈലോ അഥവാ നിയമാവലി അംഗീകരിക്കുകയും ലാന രൂപം കൊള്ളുകയും ചെയ്തു. ഡോക്ടർ MST നമ്പൂതിരി പ്രസിഡന്റ്, ജോസഫ് നമ്പിമഠം ജനറൽ സെക്രട്ടറി, CM ചാക്കോ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിൽ ലാനയുടെ പ്രഥമ ഭരണസമിതി നിലവിൽ വന്നു. പ്രൗഢഗംഭീരമായ ഒരു ചരിത്രമാണ് ലാനയ്ക്കുള്ളത്. 1997 ഡാലസിൽ നടന്ന രൂപീകരണ സമ്മേളനത്തിന് ശേഷം 11 ദ്വൈവാർഷിക ദേശീയ സമ്മേളനങ്ങളും മറ്റു വർഷങ്ങളിൽ വിവിധയിടങ്ങളിലായി പ്രാദേശിക സമ്മേളനങ്ങളും അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ നടന്നു. ഈ സമ്മേളനങ്ങളിൽ ONV, MD വാസുദേവൻ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, C രാധാകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ K ജയകുമാർ IAS, KP രാമനുണ്ണി, ഡോക്ടർ MV പിള്ള തുടങ്ങിയ 100ഓളം പ്രമുഖ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഭാഗവാക്കായിട്ടുണ്ട്. ലാനയുടെ 25 വർഷത്തെ കാലയളവിൽ ചാക്കോ ശങ്കരത്തിൽ, അശോകൻ വെങ്ങശ്ശേരി, മനോഹർ തോമസ്, ജോൺ ഇളമത, എബ്രഹാം തെക്കേമുറി, എബ്രഹാം തോമസ്, ജോൺ മാത്യു, അബ്ദുൾ പുന്നയൂർ കുളം, BC പീറ്റർ നീണ്ടൂർ, സാം C കൊടുമൺ, വാസുദേവ് പുളിക്കൽ, ഷാജൻ ആനിത്തോട്ടം, ജോസ് ഓച്ചാലിൽ, J മാത്യൂസ് എന്നിവർ വിവിധ ടൈമുകളിൽ വിവിധ ഭാരവാഹികളായി സംഘടനയ്ക്ക് നേതൃത്വം നൽകി. ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന കാലഘട്ടമായിരുന്നുവെങ്കിലും ശ്രീ ജോസൻ ജോർജിന്റെയും ശ്രീ അനിൽലാൽ ശ്രീനിവാസന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ശ്രദ്ധാർഹമായ നിരവധി പരിപാടികൾ സൂമിലൂടെ നടത്താൻ കഴിഞ്ഞിരുന്നു. ലാന മെമ്പർമാരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. 2020-21 വർഷത്തിൽ ശ്രീ ശങ്കർ മന ചെയറായും ശ്രീ ജോസൻ ജോർജ്, ശ്രീ അനിലാൽ ശ്രീനിവാസൻ, ശ്രീമതി ജെയിൻ ജോസഫ്, ശ്രീമതി ബിന്ദു TG എന്നിവർ മെമ്പർമാരായും രൂപീകരിച്ച കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റിയാണ് ഇന്ന് നാം എല്ലാ സംഘടനാ വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ ആശ്രയിക്കുന്ന ലാന വെബ്സൈറ്റിന് രൂപം കൊടുത്തത്. കോവിഡിന്റെ ദുരിതങ്ങൾക്കിടയിലും നമുക്ക് ലാനയുടെ 12ാം ദ്വൈവാർഷിക സമ്മേളനം ഷിക്കാഗോയിൽ വെച്ച് സുഗതകുമാരി നഗറിൽ നടത്താൻ കഴിഞ്ഞു. ഡോക്ടർ MV പിള്ള, ശ്രീ എതിരവൻ കതിരവൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഭാരവാഹികളായി അനിലാൽ ശ്രീനിവാസൻ പ്രസിഡന്റ്, ശങ്കർ മന ജനറൽ സെക്രട്ടറി, ഗീതാരാജൻ ട്രഷറർ, ജോർജ് നടവയൽ വൈസ് പ്രസിഡന്റ്, ഷിബു പിള്ള ജോയിന്റ് സെക്രട്ടറി, ഹരിദാസ് തങ്കപ്പൻ ജോയിന്റ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ വച്ചാണ് ലാന ഭരണഘടനയ്ക്ക് കാലോചിതമായ ചില ഭേദഗതികൾ ശ്രീ J മാത്യൂസ് ചെയർമാനായും ശ്രീ പ്രസന്നൻ പിള്ള മെമ്പറായിട്ടുമുള്ള ഭരണഘടനാ കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കി ലാന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്.
2022-23 വർഷങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധരായ എഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ലാനയുടെ മെമ്പർമാർക്ക് വേണ്ടിയും ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. കവി സച്ചിദാനന്ദനാണ് ഈ ടേമിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. തുടർന്നുള്ള പരിപാടികളിൽ പ്രശസ്ത എഴുത്തുകാരായ എസ് ഹരീഷ്, വി ജെ ജെയിംസ്, അമൽ, പ്രശസ്ത നിരൂപകൻ ഡോക്ടർ കെ എസ് രവികുമാർ, ഫിലോസഫർ റവറന്റ് ഡോക്ടർ മോത്തി വർക്കി എന്നിവർ പങ്കെടുത്തു. 2022 സെപ്റ്റംബർ 30, ഒക്ടോബർ 1-2 തീയതികളിൽ ഓസ്റ്റിനിൽ ടെക്സസ് യൂണിവേഴ്സിറ്റി തുഞ്ചൻ കളരിയിൽ നടന്ന പ്രാദേശിക സമ്മേളനം ഒരു വമ്പിച്ച വിജയമായിരുന്നു. ഡോക്ടർ കെ ജയകുമാർ IAS മുഖ്യാതിഥിയായിരുന്ന സമ്മേളനത്തിന് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഡൊണാൾഡ് ഡേവിഡ്, ഡോക്ടർ ദർശന മനയത്ത്, ശ്രീ ജോസൻ ജോർജ്, ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ്, അനൂപ് സാം, സാമുവൽ യോഹന്നാൻ, ഹരിദാസ് തങ്കപ്പൻ, ദിവ്യ നായർ എന്നിവർ നേതൃത്വം നൽകി. മലയാളത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച യൂണിവേഴ്സിറ്റിയിൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച് റിട്ടയർഡായ പ്രൊഫസർ റോട്ട്നി മോഗിനെ വീട്ടിൽ ചെന്ന് കണ്ട് ആദരിക്കുകയുണ്ടായി. ലാന സമ്മേളനങ്ങളിൽ എഴുത്തുകാരുടെ പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും പുസ്തക പരിചയം പ്രത്യേക സെഷനായി തന്നെ നടത്തുകയും സർവ്വസാധാരണമാണ്. എന്നാൽ എടുത്തു പറയേണ്ട 2022-23 ടേമിലെ ലാനയ്ക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു സംരംഭമായിരുന്നു അമേരിക്കയിലെ എല്ലാ മലയാള എഴുത്തുകാരെയും ഏകോപിപ്പിച്ചുകൊണ്ട് സമകാല അമേരിക്കൻ മലയാള സാഹിത്യത്തിലൂടെ ഒരു സർഗസഞ്ചാരം സാധ്യമാക്കുന്ന 20-ലേറെ കഥകളും കവിതകളും 10-ലേറെ ലേഖനങ്ങളും കൊണ്ട് സമ്പന്നമായ നടപ്പാത എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം. 2023 ഒക്ടോബർ 20, 21, 22 തീയതികളിൽ സംഗീത നഗരിയായ നാഷ്വില്ലിൽ വച്ച് നടന്ന 13ാമത് ദ്വൈവാർഷിക സമ്മേളനത്തിൽ വച്ച് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ രാമനുണ്ണി നടപ്പാത പ്രകാശനം ചെയ്തു. അതേ സമ്മേളനത്തിൽ വച്ച് തന്നെ ശ്രീ ശങ്കർ മന പ്രസിഡന്റായി പുതിയ 11-അംഗ ഭരണസമിതിയും നിലവിൽ വന്നു. സെക്രട്ടറി ശ്രീ സാമുവൽ യോഹന്നാൻ, ട്രഷറർ ശ്രീ ഷിബു പിള്ള, വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിദാസ് തങ്കപ്പൻ, ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോൺ കൊടിയൻ, ജോയിന്റ് ട്രഷറർ നിർമ്മല ജോസഫ്. 2024-25 വർഷത്തെ ടേം പ്രവർത്തനോദ്ഘാടനം സുപ്രസിദ്ധ എഴുത്തുകാരി സാറ ജോസഫ് നിർവഹിക്കുകയും പ്രശസ്ത കവി സെബാസ്റ്റ്യൻ, നോവലിസ്റ്റും കഥാകൃത്തുമായ വി ഷിനിലാൽ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു. അതിമനോഹരമായ കാവ്യാലാപനവും അതോടൊപ്പം നടന്നു. 2024 മാർച്ചിൽ ആശാൻ അനുസ്മരണം, ആശാൻ കവിതയും സ്നേഹഭാവനയുടെ വിമോചന മൂല്യവും എന്ന വിഷയത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയടം നിർവഹിച്ചു. 2024 ലാന പ്രാദേശിക സമ്മേളനം സാഹിത്യോത്സവമായി ന്യൂയോർക്കിലെ കേരള സെന്ററിൽ വെച്ച് നടന്നു. സാഹിത്യകാരന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്ന സമ്മേളനത്തിൽ നോവലിസ്റ്റും കഥാകാരനുമായ ഇ സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. 2025 വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു. റിട്ടയർഡ് ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ശ്രീ KM നരേന്ദ്രൻ ആശംസ നേർന്നു. 2024 നടന്ന ലാന ക്യാമ്പിൻ ടെക്സാസ് റാഞ്ച് എന്ന സാഹിത്യ കൂട്ടായ്മയിൽ പങ്കെടുത്തവർക്ക് അതൊരു പുതിയ അനുഭവമായി തീർന്നു. ലാനയുടെ മെമ്പർമാർ തങ്ങളുടെ രചനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന എന്റെ എഴുത്തുവഴികൾ എന്ന പരമ്പര അമേരിക്കയിലെ വായനക്കാരും എഴുത്തുകാരും ലാനയുടെ അഭ്യുദയകാംക്ഷികളും തങ്ങളുടെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് 2024-25 വർഷം കണ്ടത്. ഈ പരമ്പരയിൽ പ്രശസ്ത അമേരിക്കൻ മലയാളി എഴുത്തുകാരായ സാംസി കൊടുമൺ, മാലിനി, ബിജോ ജോസ് ചെമ്മാന്ത്ര, സന്തോഷ് പാല, ബിന്ദു ടിജി, ജോൺ മാത്യു, വേണുഗോപാലൻ കൊക്കോടൻ, അനിലാൽ ശ്രീനിവാസൻ, KV പ്രവീൺ എന്നിവർ അവരുടെ രചനാനുഭവങ്ങൾ പങ്കുവച്ചു. 2024 വർഷത്തിൽ ആദ്യപാദം തന്നെ ലാനയ്ക്ക് നോൺ പ്രോഫിറ്റ് പദവി ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഭരണസമിതി ആരംഭിച്ചിരുന്നു. 2025 വർഷത്തോടെ ലാന ഒരു 501(c)(3 നോൺ പ്രോഫിറ്റായ അമേരിക്കയുടെ ഇന്റേണൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചത് അഭിമാനപൂർവ്വം ഭരണസമിതി അറിയിക്കട്ടെ. വരും വർഷങ്ങളിൽ ലാനയുടെ പ്രവർത്തന മികവ് സാധ്യമാക്കുന്നതിന് ഈ അംഗീകാരം സഹായകമാകും. ശൈശവ ബാലാരിഷ്ടതകൾ കടന്ന് കൗമാര ചാബല്യങ്ങളെ അതിജീവിച്ച് 28ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന വർഷമാണ് 2025 ലാനയ്ക്ക്. ഈ നീണ്ട യാത്രയിൽ ലാനയുടെ വളർച്ചയിൽ 100 കണക്കിന് എഴുത്തുകാരും ഭാഷാസ്നേഹികളും ആസ്വാദകരും സാഹിത്യപ്രവർത്തകരും ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ സാൻ ഫ്രാൻസിസ്കോയിൽ വച്ച് നടക്കുന്ന ലാനയുടെ മുന്നോട്ടുള്ള പോക്കിൽ
മറ്റൊരു പുതിയ അധ്യായം കുറിക്കുന്ന ഈ സാഹിത്യ ക്യാമ്പ് സാർത്ഥകമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ലാനയ്ക്ക് നിത്യയൗവനം ആശംസിച്ചുകൊണ്ട് 2024-25 എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൃതാർത്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ഈ ചരിത്രം സമർപ്പിക്കുന്നു. സ്വാതന്ത്ര്യം, സാഹോദര്യം, ജനാധിപത്യം, മതേതരത്വം.